2021 തമിഴിലിറങ്ങിയ ഒരു കോമഡി എൻ്റർടൈനർ മൂവിയാണ് എന്നക സാറുങ്ക സട്ടം. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് പ്രഭു ജയറാം, അഭിനയിച്ചിരിക്കുന്നത് RS കാർത്തിക് എന്ന് പറയുന്ന ആക്ടറാണ്. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്ന ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് കഥ പറയാൻ വരുന്ന ഡയറക്ടറുടെ വോയിസ് ഓവറിലാണ് സിനിമ തുടങ്ങുന്നത്. അപ്പോൾ ഇയാൾ പറയുന്ന സ്റ്റോറിയാണ്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു നായകനെ ബേസ് ചെയ്താണ്. ഇയാൾ ജാതിയോട് വലിയ താല്പര്യമൊന്നുമില്ലാത്ത, ഇയാൾ വലിയ ജാതിയിൽപ്പെട്ടയാണ് ആളാണ്. അപ്പോൾ ഇയാളുടെ അച്ഛന് ഇതേ ജാതിയിൽപ്പെട്ട ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് ആഗ്രഹം എന്ന് പറയുന്നത്. പക്ഷേ ഇവനതൊന്നും താല്പര്യമില്ല. അവൻ പല പെണ്ണുങ്ങളുടെയും പുറകെ പോയി ഉടായ്പകൾ കാണിച്ച് പല പെണ്ണുങ്ങളെ വളയ്ക്കുന്നു. അതിനുശേഷം ഇവൻ്റെ ഉടായ്പകൾ കൊണ്ട് തന്നെ അവരെല്ലാം ഇട്ടിട്ട് പോകുന്നു. പിന്നെയും പലരുടെ അടുത്ത് പോകുന്നു. അങ്ങനെ ഒരു ക്യാരക്ടർ. അതുപോലെ സ്വന്തം അച്ഛനോടും അമ്മയോടും പോലും ഉടായ്പകൾ കാണിക്കുന്ന ഒരു ക്യാരക്ടർ. അത് പല സിറ്റുവേഷൻസ് വളരെ സീരിയസ് ആയിട്ട് കാണിച്ചിട്ട് ഇതിൻ്റെ എല്ലാം പുറകിൽ ഇവൻ കാണിക്കുന്ന ഓരോ ഉടായ്പകളൊക്കെ ബേസ് ചെയ്ത് പോകുന്നൊരു സ്റ്റോറി. അങ്ങനെ ഇൻ്റർവെൽ വരെ ഈ ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്ക് ഇയാൾ സ്റ്റോറി പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ജാതി എന്നുള്ളതിനെ ബേസ് ചെയ്താണ്. അതൊരു ഹ്യൂമർ മൂഡിൽ പോകുന്നത്, അത്യാവശ്യം നല്ല ഹ്യൂമറായിട്ട് പോകുന്നൊരു സ്റ്റോറിയാണത്. അത് കഴിഞ്ഞ് ഇൻ്റർവെല്ലാകുമ്പോഴത്തേക്ക് ഈ കഥ പറയാൻ വന്നയാൾ കഥ നിർത്തുകയാണ്. ഇതാണ് എൻ്റെ കഥ എന്ന് പ്രൊഡ്യൂസറോട് പറയുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നത് ഞാൻ അടുത്ത കഥ കേൾക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അടുത്തയാളുടെ കഥ കേൾക്കാൻ പോവുകയാണ്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ആദ്യം വന്നയാളുടെ കഥ കോപ്പി അടിച്ചുകൊണ്ടാണ് ഈ രണ്ടാമത്തെ ആൾ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ ഒരു സ്റ്റോറി. ഇയാളുമായിട്ട് കണക്ഷനുള്ള ആളായിരുന്നു ഈ രണ്ടാമത് വരുന്നത്. അപ്പോൾ ഇവനവിടെ കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവൻ പറയുന്നു ഈ സ്റ്റോറി ഇവനെക്കാട്ടിൽ നല്ലതായിട്ട് പറയാൻ എനിക്ക് പറ്റും, ഇതെൻ്റെ സ്റ്റോറിയാണെന്ന് അവിടെ വാദിച്ചുകൊണ്ട് ആ സ്റ്റോറി പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ പറയുന്ന സ്റ്റോറി എന്ന് പറയുന്നത് മൂന്ന് സ്റ്റോറീസ് കണക്ട് ചെയ്തൊരു ഹൈപ്പർ ലിങ്ക് സ്റ്റോറിയാണ് ഈ സെക്കൻഡ് ഹാഫ് ഫുള്ള്. സെക്കൻഡ് ഹാഫിൽ ജാതിയുടെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന കുറേ പേരുടെ സ്റ്റോറിയാണ് ഈ പറയുന്നത്. 3 സിറ്റുവേഷനിൽ നിൽക്കുന്ന 3 പേരുടെ കഥ. അതൊരു ഹൈപ്പർ ലിങ്ക് പോലെ പറയുന്നതാണ് സെക്കൻഡ് ഹാഫിലുള്ള ജാതി എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാഫിലെ സ്റ്റോറി അത്യാവശ്യം നല്ല കോമഡിയൊക്കെ നിറഞ്ഞ് കണ്ടിരിക്കാവുന്നൊരു നല്ലൊരു ഫീലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നപ്പോഴത്തേക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് അല്ല, ശരിക്കും സ്റ്റോറി കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, പക്ഷേ എന്തോ കണക്ട് ചെയ്യാത്ത രീതിയിലുള്ളൊരു സംഭവമായിട്ട് തോന്നി. ജസ്റ്റ് കണ്ടിരിക്കാവുന്നൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് കണ്ടിരിക്കാവുന്നൊരു സിനിമയായിട്ട് തോന്നി. എന്ത് സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഫസ്റ്റ് ഹാഫ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. സെക്കൻഡ് ഹാഫ് അത്ര ഞാൻ പറയുന്നില്ല. ഇങ്ങനത്തെ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കണ്ടു നോക്കാം, കണ്ടിട്ട് കമൻറ്റ് ചെയ്യാം.